ഹായ് ഓൾ, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും. സൈലം നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന JB എക്സാംസ് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് സൈലം നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന കേരള ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം CBT മോഡൽ എക്സാം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് സൈലം വെച്ചിരിക്കുന്ന JB. സോ ഇന്ന് ആലപ്പുഴയിലും അതേപോലെ തന്നെ എറണാകുളത്തും നമ്മുടെ CBT എക്സാംസുകൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 25-ാം തീയതി നടക്കാൻ പോകുന്ന JB സെൻറ്ററുകൾ എവിടേക്കാണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ 25-ാം തീയതി നടക്കുന്ന എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ GTech സെൻറ്റർ കട്ടപ്പനയാണ്. അതേപോലെ കാസർഗോഡും 25-ാം തീയതി നടക്കുന്നുണ്ട്. കാസർഗോഡത്തെ സെൻറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാടാണ്. പിന്നെ കോട്ടയം, ഇതും 25-ാം തീയതി നടക്കുന്ന സെൻറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് നമ്മുടെ ഗിരിദീപം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ പത്തനംതിട്ടയിലേക്ക് വരുന്ന സമയത്ത് പത്തനംതിട്ടയിൽ GTech സെൻറ്റർ തിരുവല്ലയിലാണ്. ട്രിവാൻഡ്രത്തേക്ക് വരുന്ന സമയത്ത് മൾട്ടിഡാറ്റ 3rd ഫ്ലോർ മുല്ലശ്ശേരി ടവേഴ്സ് ട്രിവാൻഡ്രം എന്നുള്ള അഡ്രസ്സിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ദെൻ വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് വയനാട് നമ്മുടെ സെൻറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് GTech കൽപ്പറ്റയാണ്. സോ ഇത്രയും ജില്ലകളിലാണ് എക്സാംസ് 25th നടക്കുന്നത്. ഈ 25th കാസർഗോഡും അതേപോലെ വയനാടും ഒരൊറ്റ ഷിഫ്റ്റിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ എല്ലാ ജില്ലകളിലും 2 ഷിഫ്റ്റായിട്ടാണ് എക്സാം നടക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഷിഫ്റ്റ് 1 ആണോ ഷിഫ്റ്റ് 2 ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. മിനിമം 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തി നിങ്ങൾ രജിസ്ട്രേഷൻ അവിടെ ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഫോണിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും വേറെ യൂസർ നെയിം പാസ്വേഡും കൊണ്ടുള്ളത്. ആ യൂസർ നെയിം പാസ്വേഡുള്ള മെസ്സേജ് നിങ്ങൾ എക്സാം സെൻറ്ററിൽ കൊണ്ട് കാണിച്ചാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. സോ ഈ എക്സാം നന്നായിട്ട് എഴുതുക. ഈ എക്സാം എഴുതാൻ വരുന്ന സമയത്ത് ഒരു സജഷനും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു റഫ് പേപ്പറും ഒരു പെന്നും കൂടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എക്സാം കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എക്സാം സെൻറ്റേഴ്സും അതേപോലെ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നും ഏത് ഡേറ്റ് ആണെന്നും നിങ്ങളെ ഹോൾ ടിക്കറ്റ് നോക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് എക്സാം അടിപൊളിയായിട്ട് എഴുതുക. അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.